കേരളത്തിനെ സംബന്ധിച്ച് നമ്മൾ എപ്പോഴും പറയും ആരോഗ്യ മേഖലയിൽ നമ്മൾ എപ്പോഴും നമ്പർ 1 ആണെന്ന്. പക്ഷേ എന്നിരുന്നാൽ പോലും നമ്മുടെ പല രാഷ്ട്രീയ പ്രവർത്തകരും അവരുടെ പേഴ്സണൽ ചികിത്സകൾക്കായിട്ട് പുറത്തേക്ക് പോവുകയാണ്. അതെന്തുകൊണ്ടാണ്? ഒരിക്കലും കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ആരോഗ്യ മേഖലയിൽ അവർ തൃപ്തിയിലല്ല. അതുകൊണ്ടാണ് ഇപ്പം ഒരു ജീവിതശൈലി രോഗം പോലെ തന്നെ ഏകദേശം മാറിക്കൊണ്ടിരിക്കുന്നതാണ് ക്യാൻസർ. പക്ഷേ അതിന് പ്രോപ്പർ ആയിട്ടുള്ള മരുന്ന് നമ്മൾ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. അവർക്ക് കീമോയും റേഡിയേഷനും ഒക്കെയാണ് ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. നമ്മുടെ ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഒരു ജില്ലാ ഹോസ്പിറ്റലിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അവിടെ വരുന്ന എല്ലാ രോഗികൾക്കും പോട്ടെ ഒരു പകുതി രോഗികൾക്കെങ്കിലും എന്താ പറയുന്നത് അവർക്ക് വേണ്ടുന്ന മരുന്ന് അവിടെ കിട്ടുന്നില്ല. കാരണം കീമോയുടെ ഒരു മരുന്ന് അല്ലെങ്കിൽ കീമോ കഴിഞ്ഞിട്ട് ഇഞ്ചക്ഷൻ എടുക്കുന്ന ഒരു മരുന്നൊക്കെ 17,000 രൂപയ്ക്ക് പുറത്താണ് അതിന്റെ എമൗണ്ട്. അത് 1 or 2 ആയിരിക്കും ആ ഹോസ്പിറ്റലിനുള്ളിൽ കിട്ടുന്നത്. അവിടെ ഒരു ദിവസം അത് എടുക്കാൻ വേണ്ടി വരുന്നത് 10-20 ആൾക്കാരാണ്. അങ്ങനെ ദിവസവും ഗവൺമെന്റ് ഹോസ്പിറ്റലിലാണ് വരുന്നത്. അപ്പോൾ RCCയിൽ അതിന്റെ ഇരട്ടിയായിരിക്കും വരുന്നത്. അപ്പോൾ അവർക്ക് അതും വളരെ സാധാരണമായി ജീവിക്കുന്ന ചുറ്റുപാടിലുള്ള അവർക്ക് എടുത്ത് പെട്ടെന്ന് അങ്ങോട്ട് പോയി മേടിക്കാൻ ഒരു മരുന്ന് മേടിക്കാൻ പറ്റാത്ത ആൾക്കാരാണ് പോകുന്നത്. അവർക്കുണ്ടാവുന്ന ബുദ്ധിമുട്ട് രാവിലെ ദൂരത്ത് നിന്നൊക്കെ പോകുന്നവരാണെങ്കിൽ 3 മണി 4 മണിക്ക് എഴുന്നേറ്റ് ഇവിടുന്ന് വണ്ടി പിടിച്ച് വളരെ കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ സഹോദരി പറഞ്ഞത്. നമ്പർ 1 കേരളം എന്ന് അവകാശപ്പെടുന്ന നമ്മുടെ കേരളത്തിലെ ഹോസ്പിറ്റലുകൾ, അതായത് ഒരുവിധം വിലയുള്ള ഒരു മരുന്നുകളും കിട്ടാറില്ല. നമ്മളൊരു 5 മരുന്നിന് ഡോക്ടർ കുറിച്ച് തന്നാൽ അതിലൊരു 2 മരുന്ന് നമുക്ക് കിട്ടിയാൽ കിട്ടി. സാധാരണപ്പെട്ട എല്ലാ ജനങ്ങളും വളരെ ദുരിതത്തിലാണ്. ഈ ഒരു 3 ഗുളിക വെളിയിൽ നിന്ന് മേടിക്കണമെങ്കിൽ നല്ലൊരു തുക കൊടുക്കണം. അതുകൊണ്ട് ഒരുവിധം നല്ല വിലയുള്ള ഒരു ഗുളികകളും സർക്കാർ ആശുപത്രികളിൽ കിട്ടത്തില്ല എന്നുള്ള ഒരു നഗ്നമായ സത്യം തന്നെയാണ്. അതിലുപരി നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഈ കുട്ടി പറഞ്ഞതുപോലെ തന്നെ ഈ രാഷ്ട്രീയ പ്രവർത്തകരും മുഖ്യമന്ത്രിമാരും അങ്ങനെയുള്ള ആളുകളൊക്കെ വിദേശത്താണ് നമുക്ക് ഈ ചികിത്സയ്ക്കായിട്ട് പോകുന്നത്. അവരെന്തുകൊണ്ട് നമ്മുടെ ഇവിടുത്തെ ഹോസ്പിറ്റലുകളിൽ പോകുന്നില്ല? ഇപ്പം നിസ്സാരം നമ്മുടെ ഇവിടെ അപകടങ്ങൾ സംഭവിക്കും. നമ്മുടെ കോന്നിയിൽ തന്നെ അപകടം സംഭവിച്ചു. ജില്ലാ കളക്ടറെ പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് കൊണ്ടുപോയത്. എന്താണ് നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാത്തത്? അവർക്കപ്പോൾ അതിൽ വിശ്വാസമില്ല. അത് തന്നെയാണ്. അപ്പോൾ പാവങ്ങൾക്ക് ഗവൺമെന്റ് ആശുപത്രി, ബാക്കിയുള്ളവർക്ക് വിദേശത്തും പ്രൈവറ്റ് ഹോസ്പിറ്റലിലും. കൊള്ളാം, നല്ല കേരളം.